Hi all, welcome back The Secret Pivot. എൻ്റെ പേര് മീതു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി സീരീസിൻ്റെ 7th എപ്പിസോഡാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മുന്നത്തെ എപ്പിസോഡിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബുള്ളിഷ് മാർക്കറ്റാണ് അല്ലെങ്കിൽ ഒരു ബാരിഷ് മാർക്കറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ബാരിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ യൂസ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റിന്റെ ക്യാരക്ടർ ചേഞ്ച് ആയോ എന്നുള്ളത് അറിയാനാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആണ്, ആ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ബാരിഷിലോട്ട് ഷിഫ്റ്റ് ആയോ എന്നറിയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ യൂസ് ചെയ്യുന്നത്. അതുപോലെ സെയിം തന്നെയാണ് ഒരു ബാരിഷ് മാർക്കറ്റ് ആണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ബാരിഷ് മാർക്കറ്റ് ആണെന്ന് നമ്മൾ കൺഫേം ചെയ്തേക്കുവാണ്. അതിൽ മാർക്കറ്റ് എപ്പോഴാണ് ബുള്ളിഷ് ആവുന്നത് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് എന്താണെന്ന് പറയാം? സ്ട്രക്ചർ ചേഞ്ച് ആയി അതൊരു ബുള്ളിഷ് മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി അത് എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു പിക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം നമുക്ക് റിയൽ ചാർട്ടിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്കൊരു ബുള്ളിഷ് മാർക്കറ്റ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. മാർക്കറ്റ് ഒരു ബുള്ളിഷ് മാർക്കറ്റിന്റെ കേസിൽ ഫസ്റ്റ് മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തു. ഈ ക്യാൻഡലിലെ ലോ എടുത്തപ്പോൾ ഇവിടെ ഒരു ചെറിയ പുൾ ബാക്ക് ഇട്ടു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കി ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ചു. അപ്പോൾ ഇവിടെ പുൾ ബാക്ക്, ഇവിടെ വന്ന പുൾ ബാക്ക് കൺഫേം ആയി. അതിനുശേഷം മാർക്കറ്റ് താഴെ വന്ന് ഈ ഒരു പുൾ ബാക്കിനെ എടുത്തു. അതിനുശേഷം ഈ ഉണ്ടാക്കിയ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ചു ക്യാൻഡിൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. മുന്നത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ പഴയ എപ്പിസോഡൊക്കെ കണ്ടതിന് ശേഷം കാണുക. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, ഇനി ഞാൻ അടുത്ത പറയാൻ പോകുന്നത് ഹയർ ഹൈയും അതുപോലെ തന്നെ ഹയർ ലോവും ഇനി നമുക്ക് കൺഫേം ചെയ്യണം. എങ്കിൽ മാത്രമേ മാർക്കറ്റിന്റെ ക്യാരക്ടർ ചേഞ്ച് ആയെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഹയർ ഹൈയും അതുപോലെ തന്നെ ഹയർ ലോവും എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. മാർക്കറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തു, ഒരു പുൾ ബാക്ക് ഇട്ടു. അതിനുശേഷം ഒരു പുതിയ ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വന്ന് റീസെന്റ് ഉണ്ടാക്കിയ പുൾ ബാക്കിനെ മാർക്കറ്റ് എടുത്തു. ഇങ്ങനെ റീസെന്റ് ഉണ്ടാക്കിയ പുൾ ബാക്കിനെ മാർക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഹയർ ഹൈ ആയി ഈ ഒരു ഏരിയനെ നമുക്ക് ഹയർ ഹൈ എന്ന് വിളിക്കാം. മാർക്കറ്റ് എന്ത് ചെയ്യണം? ഒരു പുൾ ബാക്കിനെ എടുക്കണം. എങ്കിൽ മാത്രം നമുക്ക് എന്ത് കൺഫേം ചെയ്യാം? ഹയർ ഹൈ കൺഫേം ചെയ്യാം. അതിനുശേഷം ആ ഉണ്ടാക്കിയ ഹയർ ഹൈനെ എപ്പോഴാണോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെക്കുന്നത്, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത്, ആ ടൈമിലാണ് നമുക്ക് ഹയർ ലോ കൺഫേം ചെയ്യാൻ പറ്റുന്നത്. ആ ഹയർ ലോ എന്ന് പറയുന്നത് ഹയർ ഹൈ ഇല്ലേ, അതിന് താഴത്തേക്ക് റൈറ്റ് സൈഡിലോട്ട് നോക്കുക. അതിൻ്റെ താഴെ റൈറ്റ് സൈഡിലോട്ട് നോക്കുക. ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഏതാണോ അവിടെ ആയിരിക്കും നമ്മുടെ ഹയർ ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹയർ ലോയും മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹയർ ഹൈയും ഹയർ ലോയും കിട്ടി. ഇനി മാർക്കറ്റ് വീണ്ടും അപ് ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരും. അപ്പോൾ നമ്മുടെ ഹയർ ഹൈയും ഹയർ ലോവും വീണ്ടും മുകളിലേക്ക് ഷിഫ്റ്റ് ആയി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി എപ്പോഴാണോ ഈ ഒരു ഹയർ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെക്കുന്നത്, ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെക്കുന്നത്, അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ആവും. മാർക്കറ്റിന്റെ ക്യാരക്ടർ ചേഞ്ച് ആവും. ഇവിടെ ഇപ്പോൾ ബുള്ളിഷ് മാർക്കറ്റ് ആയിരുന്നു, ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ചു ഈ ഒരു റെഡ് ക്യാൻഡിൽ. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ആയി മാർക്കറ്റിന്റെ, അത് ബാരിഷ് മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പോൾ എപ്പോഴാണോ ഹയർ ലോ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് വെക്കുന്നത്, അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ബാരിഷ് മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇത് തന്നെ സെയിം ആയിട്ട് നമുക്കൊരു ബാരിഷ് മാർക്കറ്റിന്റെ കേസിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാരിഷിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് വന്നു, ചെറിയൊരു പുൾ ബാക്ക് തന്നു. അതിനുശേഷം വീണ്ടും താഴെ വന്നു. മാർക്കറ്റ് മുകളിൽ പോയിട്ട് ആ പുൾ ബാക്കിനെ എടുത്തു. അതിനുശേഷം ഈ റീസെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയ ലോയെ ക്യാൻഡിൽ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ചു. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പോൾ ഇവിടെ BOS കിട്ടി, അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ BOS നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ബുള്ളിഷ് മാർക്കറ്റിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ബാരിഷ് മാർക്കറ്റിൻ്റെ കേസിലും. ഇവിടെ എന്ത് ചെയ്യും? മാർക്കറ്റ്
ഒരു പുൾ ബാക്ക് ഇട്ടു. ആ പുൾ ബാക്കിനെ എടുക്കുമ്പോൾ, റീസെന്റ് ആയിട്ട് ഉണ്ടാക്കിയ പുൾ ബാക്കിനെ എടുക്കുമ്പോൾ മാർക്കറ്റിന്റെ ലോവർ ലോ ആണ് കൺഫേം ചെയ്യുന്നത്. ബുള്ളിഷ് മാർക്കറ്റിന്റെ കേസിൽ റീസെന്റ് ആയിട്ട് ഉണ്ടാക്കിയ പുൾ ബാക്കിനെ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹയർ ഹൈ ആണ് കൺഫേം ചെയ്യുന്നത്. ബാരിഷിന്റെ കേസിൽ പക്ഷേ ലോവർ ലോ ആണ് കൺഫേം ചെയ്തത്. അപ്പം നമുക്ക് ലോവർ ലോ ഇവിടെ ഓക്കെ, പുൾ ബാക്കിനെ എടുത്തു, ലോവർ ലോ കൺഫേം ചെയ്തു. ഇനി ആ ഉണ്ടാക്കിയ ലോവർ ലോ മാർക്കറ്റ് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് വെച്ചു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോവർ ഹൈ കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ലോവർ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ലോവർ ലോയുടെ റൈറ്റ് സൈഡിലോട്ട് നോക്കുക, ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് ലോവർ ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോവർ ലോയും കൺഫേം ആയി, ലോവർ ഹൈയും കൺഫേം ആയി. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സെയിം തന്നെയാണ്. എപ്പോഴാണോ മാർക്കറ്റ് ഈ ലോവർ ഹൈ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് വെക്കുന്നത്, അപ്പോൾ നമുക്കിവിടെ മാർക്കറ്റിന്റെ ക്യാരക്ടർ എന്ത് ചെയ്യും? ചേഞ്ച് ആവും. മാർക്കറ്റ് ബാരിഷിൽ നിന്ന് ബുള്ളിഷിലേക്ക് ഷിഫ്റ്റ് ആയി. ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണിച്ചു. ഓക്കെ, മാർക്കറ്റ് നമുക്ക് ബാരിഷിൽ നിന്ന് ബുള്ളിഷിലേക്ക് ഷിഫ്റ്റ് ആയി എന്ന് നമുക്ക് മനസ്സിലായി. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആണ്, അത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാർക്കറ്റ് ബുള്ളിഷിൽ നിന്ന് ബാരിഷിലേക്ക് ഷിഫ്റ്റ് ആയി എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു ബാരിഷ് മാർക്കറ്റ് ആണ്, നമ്മൾ നോക്കുമ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാർക്കറ്റ് ബാരിഷിൽ നിന്ന് ബുള്ളിഷിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നോക്കുന്നത്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്കറ്റ് തരുവാണെന്നുണ്ടെങ്കിൽ ഇനിയും ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അപ്പോൾ ഇത് നമുക്കിനി റിയൽ ചാർട്ടിൽ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാന്ന് നോക്കാം. നമുക്ക് റിയൽ ചാർട്ടിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ 3 മിനിറ്റ് ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു ഡൗൺ ട്രെൻഡ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കുവാണ്. ഈ ഒരു പുൾ ബാക്കിനെ മാർക്കറ്റ് എടുത്തപ്പോൾ ഈ ലോവർ ലോ കൺഫേം ആയി. ആ ലോവർ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ചപ്പോൾ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയപ്പോൾ നമ്മുടെ ലോവർ ഹൈ, ഈ ഒരു ലോവർ ലോയുടെ റൈറ്റ് സൈഡിലെ ഹയസ്റ്റ് പോയിന്റ് ലോവർ ഹൈയും കൺഫേം ആയി. അപ്പോൾ ലോവർ ഹൈ ഇവിടെ, ലോവർ ലോ ഇവിടെ. മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വന്നു, പുൾ ബാക്ക് ഇട്ടു. ഈ ഒരു പുൾ ബാക്കിനെ മാർക്കറ്റ് എടുത്തപ്പോൾ ഈ ഒരു ലോവർ ലോ ഇങ്ങോട്ടത്തേക്ക് ഷിഫ്റ്റായി. ഇവിടെ ഉണ്ടായിരുന്ന ലോവർ ലോ ഇങ്ങോട്ടത്തേക്ക് ഷിഫ്റ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ലോവർ ലോ. ഇനി മാർക്കറ്റ് ഈ ലോവർ ലോ ബ്രേക്ക് ചെയ്ത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ തന്നു. ഇതാണ് നമ്മുടെ പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ മാർക്കറ്റ് ഇപ്പോഴും ഡൗൺ ട്രെൻഡിലാണ്. അപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുമ്പോൾ ലോവർ ലോയുടെ റൈറ്റ് സൈഡിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് ലോവർ ഹൈ. ലോവർ ഹൈ കൺഫേം ചെയ്യാം. അപ്പോൾ ഈ ലോവർ ഹൈ ഇങ്ങോട്ടത്തേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇതാണിപ്പോൾ ലോവർ ലോയും ഇത് ലോവർ ഹൈയും ആണ്. മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വന്നു. എന്നിട്ട് മാർക്കറ്റ് മുകളിലേക്കാണ് അതിനുശേഷം കയറിപ്പോയത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഈ ഒരു ലോവർ ഹൈ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ചു. ഞാൻ പറഞ്ഞു ലോവർ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല, അത് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. അപ്പോൾ മാർക്കറ്റ് ബാരിഷിൽ നിന്ന് ഇപ്പോൾ ബുള്ളിഷിലേക്ക് ഷിഫ്റ്റ് ആയി എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ബുള്ളിഷ് മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു? അപ്സൈഡിലേക്ക് കയറിപ്പോയി. ചെറിയ ചെറിയ പുൾ ബാക്ക് ഇടുന്നുണ്ട് മാർക്കറ്റ്. ഈ പുൾ ബാക്ക് ഒന്നും പക്ഷേ മാർക്കറ്റ് എടുത്തിട്ടില്ല. ഈ ഒരു പുൾ ബാക്ക് ഇട്ടു, ഇവിടെ ഒരു പുൾ ബാക്ക് ഇട്ടു, വീണ്ടും മുകളിലോട്ട് കയറിപ്പോയി. ഈ റീസെന്റ് ഉണ്ടാക്കിയ പുൾ ബാക്കിനെ മാർക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മുടെ ഹയർ ഹൈ കൺഫേം ചെയ്യാം. ഇവിടെ ഇനിയിപ്പോൾ ബുള്ളിഷ് മാർക്കറ്റിൽ ഹയർ ഹൈ ആണ് പുൾ ബാക്കിനെ എടുക്കുമ്പോൾ, റീസെന്റ് ഉണ്ടാക്കിയ പുൾ ബാക്കിനെ എടുക്കുമ്പോൾ ഹയർ ഹൈ ആണ് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഹയർ ഹൈ കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എപ്പോഴാണോ മാർക്കറ്റ് ഹയർ ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് വയ്ക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ് കിട്ടുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഹയർ ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ചത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബുള്ളിഷ് മാർക്കറ്റിൽ ഹയർ ലോ കൺഫേം ചെയ്യാം. ഹയർ ലോ എന്ന് പറയുന്നത് ഈ ഹയർ ഹൈയുടെ റൈറ്റ് സൈഡിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണ്. അപ്പോൾ ആ ലോവസ്റ്റ് പോയിന്റ് ഇതാണ്. അപ്പോൾ നമുക്ക് ഹയർ ലോ അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്നത്. ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇനി മാർക്കറ്റ് ബുള്ളിഷ് മാർക്കറ്റാണ്. ഇനി എപ്പോഴാണോ മാർക്കറ്റ് ഈ ഒരു ഹയർ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ക്യാൻഡിൽ വെക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടർ വീണ്ടും ചേഞ്ച് ആവും, ബാരിഷിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ലാർജർ ടൈം ഫ്രെയിമിൽ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. പക്ഷേ നമ്മൾ ഈ 3 മിനിറ്റിലും 5 മിനിറ്റിലും 1 മിനിറ്റിലും ഒക്കെ ചെറിയ ടൈം ഫ്രെയിമിൽ നമ്മൾ ഈ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറും
അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ഇങ്ങനെ മാറി മാറി കിട്ടും. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു ലോ ഇവിടെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ചിട്ടുണ്ട് ക്യാൻഡിൽ. അപ്പോൾ ഇത് വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് ഷിഫ്റ്റ് ആയേക്കുവാണ്. നമ്മൾ പഠിക്കുന്ന രീതി വെച്ചിട്ട് ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നെയാണ്. വീണ്ടും പക്ഷേ മാർക്കറ്റ് വീണ്ടും ഇത് ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ബുള്ളിഷിലോട്ട് ട്രെൻഡ് ചേഞ്ച് ആവുന്നുണ്ട്. സ്മോളർ ടൈം ഫ്രെയിമിൽ എപ്പോഴും സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കും. ഇത് കണ്ടില്ലേ, ഈ ഒരു ഹയർ ലോ ഇവിടെ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടറായി ബെയറിഷിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് മാർക്കറ്റ്. പക്ഷേ വീണ്ടും ആ ഒരു സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്യാണ്ട് മാർക്കറ്റ് വീണ്ടും അപ് സൈഡിലേക്ക് കയറി പോവുക ചെയ്തത്. ലാർജർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്ട്രക്ചർ കിട്ടും. പക്ഷേ നമ്മൾ ഈ ഒരു 1 മിനിറ്റിലും 3 മിനിറ്റിലും ഒക്കെ ഇങ്ങനെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ അത് എപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇൻട്രാഡേയിൽ ഒരു ദിവസം തന്നെ സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ട്രേഡ് എടുക്കുന്നതിലാണ് നമ്മുടെ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക്